സ്വാഗതം. വിജയം നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്നാണ് അല്ലേ? പക്ഷെ ഒരു വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വിജയത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാതെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയൊരു ശക്തി ചിലപ്പോൾ ഈ പരാജയഭീതിയാണ്. ജയിക്കാൻ ആഗ്രഹിക്കുന്ന അതേ നിമിഷം തന്നെ തോൽക്കുമോ എന്നൊരു ചിന്ത വന്ന് നമ്മളെ തളർത്തും. ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഈ കെട്ടുപാടുകളെക്കുറിച്ചാണ്. വിജയം, പരാജയം, നമ്മുടെ ചിന്തകൾ, ഇതിനെയെല്ലാം പുതിയൊരു കണ്ണിലൂടെ എങ്ങനെ കാണാമെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. തീർച്ചയായും ഈ ചർച്ച തുടങ്ങാൻ എനിക്ക് തോന്നുന്നത് പൗലോ കൊയ്ലോയുടെ ഒരു വാചകമാണ്. ഒരു സ്വപ്നം അസാധ്യമാക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പരാജയപ്പെടുമോ എന്ന ഭയം. ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ഇത് വളരെ ശരിയാണ്. അതെ, എല്ലാവരും അവരുടെ വിജയങ്ങൾ മാത്രം ആഘോഷിക്കുന്നു. അതെ, മറ്റുള്ളവരുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ മാത്രം കാണുമ്പോൾ വിജയമെന്നത് നമുക്ക് മുകളിലുള്ള ഒരു വലിയ സമ്മർദ്ദമായിട്ട് തോന്നും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെറിയ വീഴ്ചകൾ പോലും ഒരു ഭീമാകാരമായി നമുക്ക് അനുഭവപ്പെടും. ഈ ഭയമാണ് ശരിക്കും നമ്മുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു വഴിമുടക്കി. അപ്പോ ഈ വഴിമുടക്കി, ഈ ഭയം നമ്മുടെ ഉള്ളിൽ എവിടെ നിന്നാണ് വരുന്നത്? ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണോ, അതോ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളിൽ കുത്തിവയ്ക്കുന്നതാണോ? ഇതിന്റെ ഒരു തുടക്കം എവിടെ നിന്നാണ്? ഇതിന്റെ വേരുകൾ അത് പലയിടത്തായി പടർന്നു കിടക്കുന്നുണ്ട്. പലപ്പോഴും തുടക്കം നമ്മുടെ കുട്ടിക്കാലത്തു നിന്ന് തന്നെയാണ്. ഇപ്പോൾ മാതാപിതാക്കൾ അവർ നല്ല ഉദ്ദേശത്തോടെ പറയുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഒരു വിപരീത ഫലമുണ്ടാക്കിയേക്കാം. ഉദാഹരണത്തിന്, നീ എല്ലാത്തിലും ഒന്നാമനാകണം, ഒരു തെറ്റും വരുത്തരുത് എന്ന് കേട്ട് വളരുമ്പോൾ തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണെന്നൊരു ചിന്ത നമുക്ക് നഷ്ടപ്പെടും. പരാജയമെന്നത് എന്തോ മോശപ്പെട്ട, ഒഴിവാക്കേണ്ട ഒന്നാണെന്ന ആശയം ചെറുപ്പത്തിലെ മനസ്സിലുറയ്ക്കും. അതോടൊപ്പം വരുന്ന മറ്റൊരു കാര്യമല്ലേ ഈ ഓവർ പ്രൊട്ടക്ഷൻ, അമിതമായ സംരക്ഷണം, ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തുന്നത്. അത് പുറം ലോകത്തെ ചെറിയ വെല്ലുവിളികൾ പോലും നേരിടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കുമോ? തീർച്ചയായും അതൊരു കുമിളയ്ക്കുള്ളിൽ വളരുന്നത് പോലെയാണ്. ജീവിതത്തിൽ ആദ്യമായി ഒരു തിരിച്ചടി നേരിടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചുപോകും. അതവർക്ക് താങ്ങാനാവുന്നതിലും വലിയൊരു പരാജയമായിട്ട് അനുഭവപ്പെടും. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ മത്സരങ്ങളില്ലാത്തൊരു സാഹചര്യത്തിൽ തുടർച്ചയായി ജയിക്കുന്നൊരു കുട്ടി പെട്ടെന്ന് കൂടുതൽ മത്സരക്ഷമമായ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ തകർന്നു പോയേക്കാം. കാരണം അതുവരെ കിട്ടിയ ആത്മവിശ്വാസം ഒരുപക്ഷെ യഥാർത്ഥ കഴിവിനേക്കാൾ ആ സാഹചര്യത്തിന്റെ ഒരു ആനുകൂല്യം കൊണ്ടാവാം. അതെ, ആ തിരിച്ചറിവ് വലിയൊരു ആഘാതമാകും. ശരിയാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലെ ഈ ഭയത്തേക്കാൾ വലുതല്ലേ പലപ്പോഴും മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്ന ചിന്ത? എന്റെ ഒരു തോൽവി കണ്ട് കൂട്ടുകാർ കളിയാക്കുമോ, അല്ലെങ്കിൽ വീട്ടുകാർ നിരാശരാകുമോ എന്നൊക്കെയുള്ളൊരു ലോകം മുഴുവൻ ഒരു സ്പോട്ട്ലൈറ്റും പിടിച്ച് നമ്മളെ തന്നെ നോക്കിയിരിക്കുകയാണെന്നൊരു തോന്നല്. സൈക്കോളജിയിൽ അതിനൊരു പേരുണ്ട്, സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ്. നമുക്ക് ഓർമ്മയില്ലേ, കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ഷർട്ടിൽ അറിയാതൊരു ചെറിയ കറ പറ്റിയാൽ ക്ലാസ്സിലുള്ള എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ സത്യത്തിൽ ആരും അത് കണ്ടിട്ടുപോലും ഉണ്ടാകില്ല. ശരിയാണ്. അതുപോലെയാണിതും. നമ്മളാണ് നമ്മുടെ ലോകത്തിന്റെ കേന്ദ്രം. അതുകൊണ്ട് നമ്മുടെ ഓരോ ചെറിയ വീഴ്ചയും ലോകം മുഴുവൻ കാണുന്നുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. സത്യത്തിൽ മറ്റുള്ളവർക്ക് അവരവരുടെ ജീവിതവും പ്രശ്നങ്ങളും ഉണ്ട്. ഇനി അഥവാ ആരെങ്കിലും ശ്രദ്ധിക്കുകയും നമ്മളെ പരിഹസിക്കുകയും ചെയ്താലോ? ആ ഭയവും വലുതല്ലേ? ആണ്, തീർച്ചയായും. പക്ഷേ അവിടെ നമ്മളൊരു കാര്യം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കണം. ആരെങ്കിലും നിങ്ങളുടെ പരാജയത്തിൽ സന്തോഷിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറവല്ല, മറിച്ച് അത് അവരുടെ ഉള്ളിലെ ഒരു അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനമാണ്. ആത്മവിശ്വാസമുള്ള, സ്വന്തം മൂല്യമറിയാവുന്ന ഒരാൾ ഒരിക്കലും മറ്റൊരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കില്ല. അവർ ഒന്നുകിൽ നിങ്ങളെ കണ്ടില്ലെന്ന് നടിക്കും, അല്ലെങ്കിൽ പിന്തുണ നൽകാനേ ശ്രമിക്കൂ. ഈ ഭയം നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങളുണ്ട്. അതിൽ എനിക്കേറ്റവും കൗതുകം തോന്നിയത് പെർഫെക്ഷനിസമാണ്. അതായത് എല്ലാത്തിലും ഒരു പൂർണ്ണത വേണമെന്ന വാശി, കാര്യങ്ങൾ നീട്ടിവെക്കുന്നത്, റിസ്ക് എടുക്കാൻ മടിക്കുന്നത്, ആത്മവിശ്വാസക്കുറവ്. ഇതെല്ലാം പരാജയഭീതിയുടെ ലക്ഷണങ്ങളാണെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ ഈ പെർഫെക്ഷനിസം പലരും അതൊരു നല്ല ഗുണമായിട്ടല്ലേ കാണുന്നത്? ഒരു ജോലി ഇന്റർവ്യൂവിൽ പോലും ആളുകൾ അഭിമാനത്തോടെ പറയില്ലേ, എന്റെ ഏറ്റവും വലിയ ബലഹീനത ഞാനൊരു പെർഫെക്ഷനിസ്റ്റാണ് എന്ന്. അതൊരു മികച്ച ചോദ്യമാണ്. കാരണം അവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത്. ആരോഗ്യകരമായ ഒരു ഉയർന്ന നിലവാരം പുലർത്തുന്നതും ഭയത്തിൽ നിന്നുണ്ടാകുന്ന പെർഫെക്ഷനിസവും ഇത് രണ്ടാണ്. ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരാൾ അയാൾ ഏറ്റവും മികച്ചത് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ വഴിയിൽ തെറ്റുകൾ പറ്റിയാൽ അതിനെ പഠിക്കാനുള്ള ഒരു അവസരമായിട്ടേ കാണൂ. ആ പ്രോസസ്സ് അവർ ആസ്വദിക്കും. എന്നാൽ പെർഫെക്ഷനിസ്റ്റ് ആകട്ടെ, അയാൾക്ക് ആ ഫലം മാത്രം മതി, അല്ലേ? ഒരു ചെറിയ പിഴവ് പോലും ഞാൻ പരാജയപ്പെട്ടു എന്നതിന്റെ ഒരു തെളിവായി അവർ കാണുന്നു. അതെ, അവരുടെ മനസ്സിൽ രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്നുകിൽ സമ്പൂർണ്ണ വിജയം, അല്ലെങ്കിൽ സമ്പൂർണ്ണ പരാജയം. ഇതിനിടയിൽ ഒന്നുമില്ല. ഈയൊരു ചിന്ത കാരണം അവർ പലപ്പോഴും ഒരു കാര്യം തുടങ്ങാൻ തന്നെ ഒരുപാട് വൈകും. എല്ലാം ശരിയാകട്ടെ എന്നിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കും. അതെ, പക്ഷെ ഒരിക്കലും എല്ലാം ശരിയാവുകയുമില്ല, അവർ തുടങ്ങുകയുമില്ല. ആ ഒരു ഒന്നുകിൽ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന അവസ്ഥയുണ്ടല്ലോ, അത് വളർച്ചയെ പൂർണ്ണമായിട്ട് തടയും. പക്ഷേ ചില ജോലികളിൽ, ഇപ്പോൾ ഒരു സർജന്റെയോ പൈലറ്റിന്റെയോ കാര്യത്തിൽ ഈ പെർഫെക്ഷനിസം ഒരു നല്ല കാര്യമല്ലേ? അവിടെ ഒരു ചെറിയ തെറ്റുപോലും വലിയ അപകടമുണ്ടാക്കില്ലേ? ആ സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? വളരെ പ്രസക്തമായ ചോദ്യം.
അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യത്യാസം വരുന്നത്. ഒരു നല്ല സർജൻ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളാണ്, ഒരു പെർഫെക്ഷനിസ്റ്റ് അല്ല. അവർ ആയിരക്കണക്കിന് മണിക്കൂറുകൾ പരിശീലിക്കുന്നു, ഓരോ തെറ്റിൽ നിന്നും പഠിക്കുന്നു, പുതിയ ടെക്നിക്കുകൾ മനസ്സിലാക്കുന്നു. അതൊരു പ്രോസസ്സാണ്. ശരി. എന്നാൽ ഒരു പെർഫെക്ഷനിസ്റ്റ് സർജൻ ഒരു പിഴവ് പറ്റുമോ എന്ന് ഭയന്ന് ഒരുപക്ഷെ ആ സർജറി ചെയ്യാൻ തന്നെ മടിച്ചേക്കാം, അല്ലെങ്കിൽ അമിതമായ സമ്മർദ്ദം കാരണം കൂടുതൽ പിഴവുകൾ വരുത്തിയേക്കാം. അപ്പോൾ ഉയർന്ന നിലവാരം പുലർത്തുന്നത് കഴിവിനെയും തയ്യാറെടുപ്പിനെയും ആശ്രയിച്ചിരിക്കുന്നു, പെർഫെക്ഷനിസം ഭയത്തെയും. അപ്പോൾ ഈ പെർഫെക്ഷനിസം അടക്കമുള്ള ഭയത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ചിന്താരീതിയുടെ ഒരു പ്രശ്നമാണെന്ന് വ്യക്തമാണ്. നമ്മുടെ കഴിവിനെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് യഥാർത്ഥ വില്ലൻ. അപ്പം നമ്മുടെ ചിന്തയെ മാറ്റിയെടുത്താൽ ഈ ഭയത്തെ മറികടക്കാൻ സാധിക്കുമോ? ഇവിടെയാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്ന ആശയം വളരെ ശക്തമായി വരുന്നത്. അതെന്താണ്? ഇത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റായ കാരോൾ ഡെക്കിന്റെ ഒരു ആശയമാണ്. അവർ പറയുന്നത് നമുക്ക് പ്രധാനമായും 2 തരം ചിന്താരീതികളുണ്ട് എന്നാണ്. ഒന്ന്, ഫിക്സഡ് മൈൻഡ്സെറ്റ്. 2, ഗ്രോത്ത് മൈൻഡ്സെറ്റ്. ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉള്ളവർ വിശ്വസിക്കുന്നത് നമ്മുടെ കഴിവുകളും ബുദ്ധിയുമൊക്കെ ജന്മനാ കിട്ടുന്നതാണെന്നും അതിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ലെന്നുമാണ്. ഓക്കെ, അപ്പോൾ അവർ ഒരു കാര്യത്തിൽ തോറ്റാൽ എനിക്കിതിന് കഴിവില്ല, ഇതെന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് പെട്ടെന്ന് തീരുമാനിക്കും. കൃത്യമായി. അവർ പരാജയത്തെ ഭയപ്പെടുന്നു, കാരണം ഓരോ പരാജയവും അവരുടെ കഴിവിന്റെ ഒരു സ്ഥിരം അളവുകോലായി അവർ കാണുന്നു. എന്നാൽ ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉള്ളവർ വിശ്വസിക്കുന്നത് നമ്മുടെ കഴിവുകളെ പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ്. അവർ കഴിവുകളെ ഒരു കല്ലിൽ കൊത്തിയ ഒന്നായിട്ടല്ല കാണുന്നത്, മറിച്ച് വ്യായാമം ചെയ്താൽ വികസിക്കുന്ന ഒരു മസിൽ പോലെയാണ് കാണുന്നത്. തോമസ് എഡിസന്റെ ആ ക്ലാസിക് ഉദാഹരണം ഓർമ്മ വരുന്നു. ബൾബ് കണ്ടുപിടിക്കുന്നതിനിടയിൽ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ തോറ്റതല്ല, പ്രവർത്തിക്കാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തിയെന്ന്. അത് തികഞ്ഞ ഒരു ഗ്രോത്ത് മൈൻഡ്സെറ്റാണ്. ഓരോ പരാജയവും അവസാനമല്ല, പുതിയൊരു അറിവാണ്. അതാണ് അതിന്റെ സത്ത. ഒരു ഗ്രോത്ത് മൈൻഡ്സെറ്റുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്നത് ഒരു ഡേറ്റാ പോയിന്റ് മാത്രമാണ്. അത് നിങ്ങളോട് പറയുന്നത് ഈ വഴി ശരിയല്ല, മറ്റൊരു വഴി പരീക്ഷിക്കൂ എന്ന് മാത്രമാണ്. അത് നമ്മുടെ കഴിവിനെയോ മൂല്യത്തെയോ നിർവചിക്കുന്നില്ല. ഇല്ല. ഈ ഒരു കാഴ്ചപ്പാട് മാത്രം മതി പരാജയത്തോടുള്ള നമ്മുടെ ഭയത്തെ ഒരുപാട് കുറക്കാൻ. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ശീലിച്ചെടുക്കാൻ പറ്റുക? ശീലിച്ചു പോയ ചിന്തകളെ മാറ്റിയെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. എളുപ്പമല്ല, പക്ഷെ സാധ്യമാണ്. അതിന് സ്ഥിരമായൊരു പരിശീലനം വേണം. ഒന്നാമതായി, ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ സ്വയം പഴിക്കുന്നതിന് പകരം ഇതിൽ നിന്നെനിക്ക് എന്ത് പഠിക്കാൻ പറ്റി എന്ന് സ്വയം ചോദിക്കുക. ആ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെ ചിന്തയെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറ്റാൻ. രണ്ടാമതായി, ലക്ഷ്യങ്ങളെ ചെറുതാക്കുക. അതായത് ഒരു മല കയറുന്നത് പോലെയാണിത്. കൊടുമുടിയിലേക്ക് നോക്കി ഭയപ്പെടുന്നതിന് പകരം അടുത്ത കാൽവെപ്പിൽ മാത്രം ശ്രദ്ധിക്കുക. വലിയ ലക്ഷ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചെറിയ ഘടകങ്ങളായിട്ട് വിഭജിക്കുക. ഓരോ ചെറിയ ചുവടും ഒരു വിജയമാണ്. ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാനുകമ്പ, സെൽഫ് കമ്പാഷൻ. ഒരു സുഹൃത്തിനോട് കാണിക്കുന്ന ദയ നമ്മളോട് തന്നെ കാണിക്കുക. ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ ഏറ്റവും കഠിനമായി വിമർശിക്കുന്നത് നമ്മളെ തന്നെയാണ്. ഒരു സുഹൃത്ത് പരീക്ഷയിൽ തോറ്റാൽ നമ്മൾ പറയും, സാരമില്ലടാ, അടുത്ത തവണ ശരിയാക്കാമെന്ന്. പക്ഷെ നമ്മൾ തോറ്റാലോ, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം വിധിയെഴുതും. എന്തുകൊണ്ടാണ് നമ്മളോട് തന്നെ ആ ദയ കാണിക്കാൻ ഇത്ര പിശുക്ക്? ഒരുപക്ഷെ നമ്മൾ നമ്മളോട് തന്നെ കഠിനമായി പെരുമാറിയാൽ മാത്രമേ മെച്ചപ്പെടൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കാം. പക്ഷേ ഗവേഷണങ്ങൾ കാണിക്കുന്നത് നേരെ തിരിച്ചാണ്. സ്വയം ദയോടെ പെരുമാറുന്നത് അത് മാനസിക സമ്മർദ്ദം കുറയ്ക്കും. തിരിച്ചടികളിൽ നിന്ന് വേഗം കരകയറാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ധൈര്യം നൽകാനും അത് സഹായിക്കും. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പെരുമാറുന്നത് പോലെ നിങ്ങളോട് തന്നെ പെരുമാറാൻ പഠിക്കുന്നത് ഈ ഗ്രോത്ത് മൈൻഡ്സെറ്റ് വളർത്തിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഗ്രോത്ത് മൈൻഡ്സെറ്റ് സ്വാഭാവികമായും നമ്മളെ പ്രതിരോധശേഷി, അതായത് റെസീലിയൻസ് വളർത്താൻ സഹായിക്കുമല്ലോ. വീണാൽ എഴുന്നേറ്റ് നിൽക്കാനും പൊടിതട്ടി മുന്നോട്ടു പോകാനുമുള്ള കഴിവ്. തീർച്ചയായും. ഗ്രോത്ത് മൈൻഡ്സെറ്റ് ചിന്തയുടെ ഭാഗമാണെങ്കിൽ റെസീലിയൻസ് അതിന്റെ ഒരു പ്രായോഗിക രൂപമാണ്. കാറ്റടിച്ചാൽ ഒടിഞ്ഞുപോകുന്നൊരു മരം പോലെ ആകാതെ എത്ര വലിയ കാട്ടിലും വളഞ്ഞു നിന്ന ശേഷം പൂർവ്വസ്ഥിതിയിലാകുന്ന ഒരു മുള പോലെ ആകാൻ പ്രതിരോധശേഷി നമ്മളെ സഹായിക്കും. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ വിജയം എന്ന വാക്കിനെ തന്നെ പുനർനിർവചിക്കേണ്ടതുണ്ട്. അതെ, വിജയമെന്നത് മറ്റൊരാളുമായി മത്സരിച്ച് ഒന്നാമതെത്തുന്നതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനത്തെത്തുന്നതോ അല്ല. ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്. കൃത്യമായി. വിജയം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്, ഒരു പ്രോസസ്സാണ്. ഇന്നലത്തെ നിങ്ങളെക്കാൾ ഇന്ന് നിങ്ങൾ അല്പം മെച്ചപ്പെട്ടോ, പുതിയ എന്തെങ്കിലും പഠിച്ചോ, ഒരു ഭയം മറികടന്നോ, എങ്കിൽ അതൊരു വിജയമാണ്. ഈ കാഴ്ചപ്പാടിൽ മറ്റൊരാളുടെ ജയം നിങ്ങളുടെ തോൽവിയല്ല. കാരണം ഓരോരുത്തരുടെയും മത്സരം അവരവരോട് തന്നെയാണ്. അതെ. എന്ത് വില കൊടുത്തും ജയിക്കണം എന്ന ചിന്താഗതിയുടെ അപകടങ്ങളെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ടല്ലോ. ആ ചിന്താഗതിയിൽ കളിയുടെ സൗന്ദര്യമോ യാത്രയുടെ സന്തോഷമോ ഇല്ല. ജയം മാത്രം ലക്ഷ്യമാകുമ്പോൾ അതിനിടയിലെ അനുഭവങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതാകുന്നു. ഇതിനൊരു ബദലാണ് സ്പോർട്സ്മാൻഷിപ്പ് എന്ന ആശയം വരുന്നത്. അതെ, സ്പോർട്സ്മാൻഷിപ്പ് കളിക്കളത്തിൽ ഒതുങ്ങേണ്ട ഒന്നല്ല,
സത്യസന്ധത, എതിരാളികളോടുള്ള ബഹുമാനം, വിനയത്തോടെ ജയിക്കാനും അന്തസ്സോടെ തോൽക്കാനും പഠിക്കുക, ആത്മനിയന്ത്രണം പാലിക്കുക, ഇതെല്ലാം ജീവിത വിജയത്തിനും അത്യാവശ്യമാണ്. ജയത്തേക്കാൾ വലുതാണ് നിങ്ങൾ എങ്ങനെ കളിച്ചു എന്നത്. ക്രിക്കറ്റിലെ ഉദാഹരണം വളരെ ശക്തമാണ്. നിയമപ്രകാരം ഒരു ബൗളർക്ക് നോൺ സ്ട്രൈക്കിംഗ് എൻഡിലുള്ള ബാറ്ററെ റണ്ണൌട്ടാക്കാം, അതിലൊരു തെറ്റുമില്ല. പക്ഷെ പലപ്പോഴും നല്ല കളിക്കാർ ഔട്ടാക്കുന്നതിനു പകരം ഒരു മുന്നറിയിപ്പ് നൽകും. കാരണം നിയമത്തേക്കാൾ വലുതാണ് കളിയുടെ അന്തസ്സത്ത എന്നവർ തിരിച്ചറിയുന്നു. അതാണ് കാര്യം. ജയം എന്നതിനേക്കാൾ വലുതായി ചില മൂല്യങ്ങളുണ്ട് എന്ന തിരിച്ചറിവാണത്. ശരിയായ രീതിയിൽ കളിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, അതിനാണ് പ്രാധാന്യം. ആ മനോഭാവം ജീവിതത്തിൽ പുലർത്തുമ്പോൾ പരാജയമെന്നത് ഒരു നാളക്കേടല്ലാതായി മാറും. അത് കളിയുടെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭാഗം മാത്രമാണ്. അപ്പൊ ചുരുക്കത്തിൽ പരാജയം ഒന്നിന്റെയും അവസാനമല്ല, അത് പഠിക്കാനും വളരാനുമുള്ള ഒരു വിലപ്പെട്ട ഡാറ്റയാണ്. വിജയമെന്നത് മറ്റൊരാളെ തോൽപ്പിക്കലല്ല, മറിച്ച് നിങ്ങളുടെ കഴിവിന്റെ പരമാവധിയിലേക്ക് നിങ്ങൾ നടത്തുന്ന ഒരു യാത്രയാണ്. യഥാർത്ഥ വിജയമെന്നത് വ്യക്തിപരമായ നേട്ടങ്ങളിൽ ഒതുങ്ങുന്നില്ല. നിങ്ങൾ വളരുന്നതിനൊപ്പം നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും വളർത്താൻ സഹായിക്കുമ്പോഴാണ് അത് കൂടുതൽ അർത്ഥപൂർണമാകുന്നത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരാം. വിജയമെന്നത് സ്വയം മെച്ചപ്പെടുന്ന ഒരു യാത്രയാണെന്ന് നമ്മൾ കണ്ടു. ഇത് നമ്മുടെ ഈഗോയും ആത്മവിശ്വാസവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഒരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അവ യഥാർത്ഥത്തിൽ സ്വയം വളരാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമുള്ള നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്നാണോ വരുന്നത്? അതോ മറ്റുള്ളവരുടെ മുന്നിൽ കേമനാണെന്ന് കാണിക്കാനും അവരെക്കാൾ മുകളിലാണെന്ന് തോന്നാനുമുള്ള നിങ്ങളുടെ ഈഗോയുടെ ആവശ്യത്തിൽ നിന്നാണോ? ഒരുപക്ഷേ ആ വ്യത്യാസം തിരിച്ചറിയുന്നതായിരിക്കാം പരാജയഭീതിയെ മറികടക്കാനുള്ള ഈ യാത്രയിലെ നിങ്ങളുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം.